ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാനുണ്ടായ കാരണങ്ങളും അതിൻ്റെ നാൾവഴികളെക്കുറിച്ചും ഒക്കെയാണ് ചരിത്രത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. ഓക്കെ, ഇതിൽ ആദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിൽ ആദ്യത്തെ പോയിൻ്റാണ്, പ്രധാനപ്പെട്ട 4 പോയിൻ്റുകളാണ് ഇതിനകത്തുള്ളത്. ആദ്യത്തേതാണ് പ്രിയാമ്പിൾ, രണ്ടാമത് ആർട്ടിക്കിൾ, മൂന്നാമത് പാർട്ട്, പിന്നെ ഷെഡ്യൂൾ. അതായത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് പ്രിയാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം. ഈ ആമുഖം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് ക്ലിയർ ബോധ്യപ്പെടും. ഇതിനെ ആമുഖത്തിനെ പറയപ്പെടുന്ന പേര് തന്നെ ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ജവഹർലാൽ നെഹ്റു ആണ് ഇത് എഴുതിയത്. രണ്ടാമത്തേതാണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമത്തിനെയാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം എന്ന് പറയുന്നത്. നമുക്കറിയാം 26 ജനുവരി 1950 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 470 നിൽക്കുന്നു. ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഇതിനകത്തിൽ എന്ത് ചെയ്യുന്നു, ബില്ലുകൾ അല്ലെങ്കിൽ അമെൻമെൻറ്റുകൾ വരുത്തി അതിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ഭാഗമാണ് പാർട്ട് എന്ന് പറയും. പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ആർട്ടിക്കിൾ എന്നതുള്ള ആർട്ടിക്കിൾ, അങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റ് വൈസ് തൊട്ടായിട്ടുള്ള ആർട്ടിക്കിളിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു പാർട്ടിൽ പല ആർട്ടിക്കിളുകൾ ഉണ്ടാവും അതിൻ്റെ സബ്ജക്റ്റ് വൈസ്. ഇപ്പോൾ 1950 സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം ഇതിനകത്ത് 22 പാർട്ടുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ 25 പാർട്ടുകളാണ് ഉള്ളത്. ഗ്രൂപ്പ് ഓഫ് ആർട്ടിക്കിൾ എന്നാണ് പാർട്ടിനെ അറിയപ്പെടുന്നത്, അല്ലേ? ടോപ്പിക് വൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൻ്റെ ടോപ്പിക് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിക്കിൾ എന്ന് വിശകലനം ചെയ്യുന്നതാണ് പാർട്ട് എന്ന് പറയുന്നത്. അടുത്തത് 4ാമതാണ് ഷെഡ്യൂൾ. അതായത് ഈ ഓരോ ആർട്ടിക്കിളും അത് വളരെ വലുതായിട്ട് എഴുതിക്കൊണ്ട് പോകാതെ അല്ലെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തയ്യാറാക്കി അതിലെന്തെങ്കിലും വിശദീകരണങ്ങളുണ്ട് എങ്കിൽ ആ വിശദീകരണങ്ങളെയാണ് ഷെഡ്യൂളുകളിൽ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂളുകളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതൊരു സെപ്പറേഷൻസ് ആണ്. അതിൽ തന്നെ ഈ ആർട്ടിക്കിളിൽ അതിനൊരു റെഫറൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും അവസാനം അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റായി വിശകലനം ചെയ്തിരിക്കുന്നതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ മനസ്സിലായി കാണുമല്ലോ. പ്രിയാമ്പിൾ, ആർട്ടിക്കിൾ, പാർട്ട്, ഷെഡ്യൂൾ, ഈ വക കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത സ്ട്രക്ചറിൽ ആദ്യത്തെ പോയിൻ്റാണ് പ്രിയാമ്പിൾ. ഇന്ത്യൻ പ്രിയാമ്പിൾ നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. പ്രിയാമ്പിൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾ, ഹാവിങ് സോളംലി, നമ്മൾ ഗംഭീരമായിട്ട് റിസോൾഡ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഇന്ത്യ ഇന്ത്യ എങ്ങനെയുള്ളൊരു രാജ്യമാണ്? സോവറിൻ, പരമോന്നതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഇന്ത്യ സ്വയം നിർമ്മിക്കും. ബാഹ്യമായ ഒരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഇല്ലാത്ത ഒരു സോവറിൻ, പരമോന്നതമായിട്ടുള്ള സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? ഇക്കോണമിയാണ്. അതായത് എല്ലാവർക്കും സമ്പത്ത്, എല്ലാ ക്ലാസ്സിലുള്ള ആളുകളുടെയും സമ്പത്ത്, വെൽത്ത് എന്ന് പറഞ്ഞാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആ ഒരു അന്തരം കുറയ്ക്കും. അങ്ങനെയുള്ളൊരു ഇക്കോണമി സോഷ്യലിസ്റ്റ്. അതിൻ്റെ സെക്കുലർ, മതേതരം, ഒരു നാനാജാതി മതസ്ഥർ വസിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇവിടെ ഒരു മതത്തിനും പ്രത്യേക നിയമങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെയില്ല. ഉദാഹരണത്തിന് പാകിസ്ഥാനാണെങ്കിൽ ഇസ്ലാമിക് ലോസ് ആണ് അവിടെ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു മത നിയമങ്ങളൊന്നും ഇവിടെയില്ല. അവരവരിഷ്ടപ്പെടുന്ന മതം അവർക്ക് അനുശാസിക്കാനോ അല്ലെ അതിൽ വിശ്വസിക്കാനോ സാധിക്കും. ഡെമോക്രാറ്റിക്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുന്നു. അതാണ് ഡെമോക്രാറ്റിക്. അതായത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ ആരെങ്കിലും അവരുടെ ഒരു സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്, അതിനാണ് നമ്മൾ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നത്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്. ആൻഡ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രഥമ പൗരൻ അല്ലെങ്കിൽ രാഷ്ട്രപതി.
എന്നുള്ള. ഈ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് രണ്ടും ഒരേ അർത്ഥം വരുന്നതാണെങ്കിലും ഇതിൻ്റെ മീനിങ് എന്നും രണ്ടും വ്യത്യാസമാണ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇന്ത്യയുടെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ജനങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ് അവരെ തിരഞ്ഞെടുക്കുന്നതെന്ന് വരുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികൾ തന്നെ അല്ലേ, ആ ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റിസ്, നീതി ഏതൊക്കെയാണ്? സോഷ്യൽ, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ആൻഡ് പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള നീതി എല്ലാ ജനങ്ങൾക്കും ഉറപ്പ് നൽകും. അതുപോലെ തന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യം, എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നൽകും? തോട്ട്, ചിന്തിക്കാനെ കൊണ്ട്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ബിലീഫ്, നമ്മളുടെ വിശ്വാസം ഏതായാലും ആ വിശ്വാസത്തിലൂടെ നമുക്ക് ജീവിക്കാനെ കൊണ്ടുള്ള അധികാരം. അതുപോലെ തന്നെ ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, നമ്മൾ സ്പിരിച്വലി നമ്മളുടെ വിശ്വാസവും അതുപോലെ തന്നെ നമ്മളുടെ ആരാധനക്രമവും അതിലുള്ള സ്വാതന്ത്ര്യം. പിന്നെ ഇക്വാലിറ്റി, സമത്വം, എന്തൊക്കെയാണ്? സ്റ്റാറ്റസ്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവൻ്റെ ഒരു സ്റ്റാറ്റസ്, അന്തസ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. ഡിഗ്നിറ്റി, ഓപ്പർച്യൂണിറ്റി, അവസരം, അതിന് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, ജോലിയാണെങ്കിലും ശരി, മറ്റ് കാര്യങ്ങളാണ്, എന്ത് കാര്യമാണെങ്കിലും എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ നൽകുക, അവസരത്തിലുള്ള ഇക്വാലിറ്റി നൽകുക. അതുപോലെ തന്നെ ഫെർട്ടേണിറ്റി മീൻസ് സാഹോദര്യം. എന്താണ്? ഡിഗ്നിറ്റി, ഓരോ പൗരൻ്റെയും, അവന് ഏത് ജാതി മതസ്ഥനായാലും അവൻ്റെ ഡിഗ്നിറ്റി ഉറപ്പുവരുത്തുക. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സ്, അത് ഉറപ്പ് നൽകുക. അതിലൂടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ദിസ് 26th day of November 1949, നമുക്ക് നേരത്തെ അറിയാം 1949 എന്താണ് നവംബർ 26-ാം തീയതി ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഈ ഒരു ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നു, തയ്യാറാക്കി കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനാക്ട്, അത് ആക്ഷനിൽ കൊണ്ടുവരുന്നു. ആൻഡ് ഗിവ് ടു അവർ സെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കായി അല്ലെങ്കിൽ മൊത്തം ഇന്ത്യക്കാർക്കായി ഇത് സമർപ്പിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളുടെ ഭരണഘടന 1949 എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഈ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, അതുപോലെ തന്നെ 3 കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ലായിരുന്നു. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റിഗ്രിറ്റി, ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ലായിരുന്നു. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റിഗ്രിറ്റി. ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞ ഭാഗം എവിടെയാണ് കിടക്കുന്നത് നോക്കിയോ? ഇൻറ്റിഗ്രിറ്റി, ആ ഭാഗങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ലായിരുന്നു. അതായത് ഫെർട്ടേണിറ്റിയിൽ വരുന്ന ഭാഗമാണ് ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് 3ഉം 1973 42-ാം അമെൻമെൻറ്റിലൂടെയാണ് അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻസിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രിയാമ്പിൾ അമെൻമെൻറ്റ് ചെയ്ത അത് ഏതൊക്കെ പോയിന്റുകളായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഇൻറ്റിഗ്രിറ്റി ആണോ ഡിഗ്നിറ്റി ആണോ അമെൻമെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പോൾ ഇൻറ്റിഗ്രിറ്റിയാണ് കേട്ടോ. ഇത് പിന്നീടുള്ള 73-ന് ശേഷം ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിയാമ്പിളിൻ്റെ ഫോർമാറ്റാണിത്. ഓക്കെ, അടുത്തതായി നമുക്ക് സ്ട്രക്ചറിലെ പാർട്ടുകളെ കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ പാർട്ടുകൾ, ആ പാർട്ടുകളും ഓരോ പാർട്ടിലും ഉൾപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പാർട്ട് 1. പാർട്ട് 1-ൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിയൻ ആൻഡ് ഇറ്റ് ടെറിറ്ററി, അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ബൗണ്ടറികൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആ ഒരു പാർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ 4 പ്രധാനപ്പെട്ട 4 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയുള്ളത്. അപ്പോൾ ഈ 1 മുതൽ 4 വരെ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 1-ൽ എന്താണ്? ഇന്ത്യ എന്നത് ഇന്ത്യയുടെ പേര്, അതുപോലെ തന്നെ അതിൻ്റെ ഹിന്ദിയിൽ പറയുന്ന ഭാരത് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആർട്ടിക്കിൾ 2 ആണെങ്കിൽ എന്താണ്? ഈ ഇന്ത്യയുടെ ഏതെങ്കിലും
രാജ്യങ്ങൾക്ക് ചേരാൻ ഇന്ത്യൻ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയിൽ ചേരാൻ താല്പര്യമെങ്കിൽ അവർക്ക് ചേരാം. അങ്ങനെ ചേരുന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് 2-ൽ പരാമർശിച്ചിരിക്കുന്നത്, ആർട്ടിക്കിൾ 2-ൽ പരാമർശിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 3 വരുവാണെങ്കിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംസ്ഥാനങ്ങളെ സംയോജിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും, ബൗണ്ടറി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. 4 ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 2-ഉം 3-ലും ഉള്ള കാര്യങ്ങൾക്കുള്ള നിയമനിർമ്മാണം എങ്ങനെയായിരിക്കും, ഇവ കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാര്യത്തിനും പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഈ കാര്യങ്ങൾക്കപ്പുറം ഒരാൾക്ക്, ഒരു ഗവൺമെൻറ്റിനോ അല്ലെ ഒരു സംഘടനയ്ക്കോ ആർക്കും തന്നെ പ്രവർത്തിക്കാനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ പാർട്ട് 1 to 4 എന്ന് പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഓരോന്നും ഓരോ നിയമങ്ങളാണ്. ഇനി അടുത്ത പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, നമ്മുടെ പൗരത്വം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോന്നിലും പ്രത്യേകം കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആരായിരിക്കും, അവരുടെ എങ്ങനെയായിരിക്കും സിറ്റിസൺഷിപ്പ് കിട്ടേണ്ടത്, എങ്ങനെയായിരിക്കും പുറത്തുനിന്നുള്ള ആളുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നൽകിയിരിക്കുന്ന ആർട്ടിക്കിളുകളാണ് 5 മുതൽ 11. അപ്പോൾ നമുക്ക് ഈ പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെ അനുച്ഛേദം നമുക്കറിയാം 5 മുതൽ 11 വരെയാണ്. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ആ 5 മുതൽ 11 വരെയുള്ള ഇത് ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ നമുക്കിതിനെ മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആർട്ടിക്കിൾ ഓർമ്മിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രീതിയിൽ ആദ്യം പാർട്ട് പഠിക്കുക, പാർട്ടിൽ ഉൾപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് കാണാതെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്ത പാർട്ട് 3. പാർട്ട് 3-ൽ വരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമായിട്ടും പഠിക്കണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് പാർട്ട് 4. ഇതിന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക തത്വങ്ങൾ. അതായത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഒരു അന്നത്തെ നേതാക്കന്മാരിലുണ്ടായിരുന്ന ആശയമായിരുന്നു, ഇനിയും വരും കാലങ്ങളിൽ നമ്മളിവിടെ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏത് ദിശയിലുള്ളതായിരിക്കണം, അതായത് ഒരു ക്ഷേമരാഷ്ട്രം, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനനുസരിച്ചുള്ള ഒരു ക്ഷേമരാഷ്ട്രമായിരിക്കണം എന്ന ചിന്തയോടുകൂടി ഉള്ള ഒരു നിർദ്ദേശിക തത്വങ്ങളാണ് ഈ ഒരു പാർട്ട് 4-ലുള്ളത്. ഇതിൽ വരുന്ന ആർട്ടിക്കിൾസാണ് 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾ ഇതിൽ ഉൾപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പാർട്ട് 4A, ഇത് അമെൻമെൻറ്റ് ചെയ്ത് ഇൻക്ലൂഷൻ ചെയ്ത ഒരു കാര്യമാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഒരു പൗരൻ്റെ മൗലിക കടമകൾ എന്തൊക്കെയാണ്, ആർട്ടിക്കിൾ 51A. ഈ ഒരു ആർട്ടിക്കിളും പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 395 ആർട്ടിക്കിളായിരുന്നു. പക്ഷേ ഇന്ന് 470 ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ഓരോ ആർട്ടിക്കിളും പുതിയ നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഇൻസേർട്ട് ചെയ്യുന്നതിന് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അതിനെ എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത പാർട്ട് 5 ദ യൂണിയൻ. യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ, ആരൊക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകളെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശകലനം ചെയ്തു. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ ഉൾപ്പെടുന്നതാണ്. അടുത്തതാണ് പാർട്ട് 6. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ, അതിൻ്റെ മുഖ്യമന്ത്രിയാരെ, മറ്റ് മിനിസ്റ്റേഴ്സ് ആര്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, ഒരു സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ആണ് ഇതിനകത്ത് വിശകലനം ചെയ്തിരിക്കുന്നത്. അടുത്തത് പാർട്ട് 7. ഇത് റിപ്പീൽ ചെയ്തതാണ്. റിപ്പീൽ മീൻസ് റദ്ദ് ചെയ്തതാണ്. അതായത് 1956-ലെ 7th അമെൻമെൻറ്റിൽ ഇത് റിപ്പീൽ ചെയ്തിരുന്നു. ഇത് പ്രധാനമായിട്ടും നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സ്റ്റേറ്റുകളെ A ക്ലാസ്, B ക്ലാസ് എന്നീ 2 തരത്തിൽ തിരിച്ചിരുന്നു. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുരാജ്യ സംയോജന സമയത്ത് വളരെയധികം പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില വീക്കർ സെക്ഷനായിട്ടുള്ള ആളുകൾ, അല്ലെ ക്ലാസിഫൈഡ് ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ പ്രത്യേക പരിഗണനകളും കാര്യങ്ങളും കൊടുത്തിരുന്നു ആദ്യ സമയങ്ങളിൽ. അത് പിന്നീട് റദ്ദ് ചെയ്തപ്പോഴാണ് ഈ ഒരു പാർട്ട് തന്നെ റദ്ദാക്കിയിരുന്നത്. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ റദ്ദാക്കപ്പെട്ട ഒരേ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് 7 ആണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പാർട്ട് 8 ദ യൂണിയൻ ടെറിട്ടറീസ്. നമ്മളുടെ യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച്, കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന
പാർട്ടാണിത്. ഇതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 239 മുതൽ 242 വരെ. ഇത് നിങ്ങൾ കാണാതെ ഇതേ രീതിയിൽ ഒരു ഐഡിയ വെച്ച് പഠിച്ചു വെക്കുക. പാർട്ടുകൾ പഠിച്ചാൽ ആർട്ടിക്കിളിലൂടെ ഓർമ്മ വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറേ കൂടെ ഈസി ആയിരിക്കും. ഓക്കെ. അടുത്ത നെക്സ്റ്റ് പാർട്ട് 9 പഞ്ചായത്തുകളെ കുറിച്ചാണ്. പഞ്ചായത്തി രാജ് അതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് 243 to 243O. അപ്പം 243O എന്ന് പറയുമ്പോൾ ഇത് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ്. അതായത് ആർട്ടിക്കിൾ അതിൻ്റെയോടൊപ്പം ചേർത്തതാണ്. ആർട്ടിക്കിൾ 243 ആയിരുന്നു, അതിനോടൊപ്പം 243A, B, C, D, E ഉള്ള O വരെയുള്ള ഒരു സെപ്പറേറ്റ് ആർട്ടിക്കിൾസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇൻസേർട്ട് ചെയ്ത പാർട്ടാണ് 9A, മുനിസിപ്പാലിറ്റീസ്. നമുക്കറിയാം മുനിസിപ്പാലിറ്റീസ് നമ്മുടെ ടൗൺഷിപ്പിലുള്ള സ്ഥലങ്ങളിലാണ് മുനിസിപ്പാലിറ്റീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് 243P to 243ZG. ഇപ്പോൾ ഈ ZG എങ്ങനെ വന്നു? 243A മുതൽ Z വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 243AA തൊട്ട് AZ വരെ കഴിയും. അതിനുശേഷം പിന്നീട് 243BA, അതിനുശേഷം പിന്നെ CA, ഇങ്ങനെ തുടങ്ങി ലാസ്റ്റ് ZG വരെ വരും. അപ്പോൾ അത്രയും ആർട്ടിക്കിൾസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് പാർട്ട് 9B. ഇതും പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളെക്കുറിച്ച് ഉള്ള സബ്ജക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസാണ് 243ZH. അതായത് നമ്മളുടെ മുനിസിപ്പാലിറ്റീസുമായിട്ട് അതിനുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നെ കണ്ടിന്യൂവേഷനായിട്ട് ചെയ്തതാണ് 243ZH to 243ZT. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം കേട്ടോ, ഇതിനകത്ത് ആർക്കെങ്കിലും മനസ്സിലാകാഴിയുണ്ടെങ്കിൽ. അടുത്ത നെക്സ്റ്റ് പാർട്ട് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. അതായത് നമ്മളുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസൊക്കെ കൂടുതൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് അവർക്ക് വേണ്ടുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടന അവർക്ക് നൽകുന്ന ചില സവിശേഷതകളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 244 to 244A. അടുത്തത് പാർട്ട് 11 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒരു സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 245 to 263. അടുത്തത് പാർട്ട് 12 ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സൊക്കെ നമുക്കറിയാം. നമ്മൾ ഓരോരോ എന്തെങ്കിലും ട്രൈബ്യൂണൽസൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കേസ് എന്താണ്, എന്തെങ്കിലുമൊക്കെ ഉള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി കൈമാറ്റം, കോൺട്രാക്ട്സുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് സംഘടനകളായാലും ഒക്കെ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് അതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ ഫിനാൻസ് എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓഡിറ്റ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോപ്പർട്ടി കൈമാറ്റം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 264 to 300A എന്നുള്ളത്. അടുത്തത് പാർട്ട് 13 പാർട്ടിലിടുന്ന ട്രേഡ് വ്യാപാരം, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യക്കുള്ളിലുള്ള വ്യാപാരങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ച്, വാണിജ്യ വ്യാപാര കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പാർട്ടുകളാണ്. ഇപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിനനുസരിച്ചല്ലാതെ വേറൊരാൾക്ക് പോകാനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 301 to 307. അതിനുശേഷം ആർട്ടിക്കിൾ 14 സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. അതായത് നമ്മുടെ UPSCയെ കുറിച്ചുള്ള പരാമർശമാണ്. അതായത് സർവീസസ് ഉയർന്ന UPSCയിലുള്ള നിയമിതമാകുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അണ്ടറിലുള്ളതും അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അണ്ടറിലുമുള്ള ആ ഒരു എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 308 to 323 വരെ. ഇപ്പോൾ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെയും ഒരു സ്റ്റേറ്റിൻ്റെയും സർവീസസ്, ഗവൺമെൻറ് സർവീസസുകളിൽ ഉള്ള നിയമനങ്ങളും അവരെക്കുറിച്ച് പരാമർശിക്കുന്ന സാലറി മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നതാണ്. അടുത്തത് പാർട്ട് 14A ട്രൈബ്യൂണൽസ് എന്ന് നമുക്കറിയാം. ട്രിബ്യൂണൽസ് നമുക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഇപ്പോൾ മാറാട് ട്രിബ്യൂണൽസ്, എന്തെങ്കിലും ഒരു കലാപമോ മറ്റേതെങ്കിലും ഒരു കാര്യമോ നടക്കുകയാണെങ്കിൽ അതിനുള്ള
അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോടതികളൊക്കെ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം എന്താണ് കുടുംബ കോടതികളെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ട്രിബ്യൂണൽസിനെയൊക്കെ എന്താണ് നിലനിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കണം, ആരൊക്കെ ആയിരിക്കണം, ആർക്കാണ് അതിൻ്റെ പവർ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശിക്കുന്ന ഭാഗമാണ്. അത് ആർട്ടിക്കിൾ 323A ടു 323B ആണ്. അടുത്ത പാർട്ടാണ് പാർട്ട് 15. ഇത് പരാമർശിക്കുന്ന ഇലക്ഷൻസിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഇലക്ഷൻസ് കമ്മീഷൻസിനെ കുറിച്ചാണ്, അല്ലെ നിർവാചൻ സദൻ, ഇതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 324 ടു 329. അപ്പോൾ ഇതിന് പ്രകാരം എങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ടത്, ഇലക്ഷൻ കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് പരാമർശിക്കുന്നു. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസ് പ്രകാരം മാത്രമായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്ത് അവർക്ക് പോകാനെ കൊണ്ട് സാധിക്കത്തില്ല. അടുത്തത് പാർട്ട് 16 ആണ്. 16ലെ സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൺ ക്ലാസ്സസ്, ചില പ്രത്യേക ക്ലാസ്സുകൾ, വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉള്ള ചില പ്രൊവിഷൻസാണ് നമ്മളുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 330 ടു 342 വരെയുള്ളത്. അടുത്ത നെക്സ്റ്റ് ആണ് ആർട്ടിക്കിൾ 17 ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജിൽ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമ്മളുടെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയായിരിക്കണം, എങ്ങനെയൊക്കെയുള്ളതായിരിക്കണം, അല്ല എത്ര നാൾക്ക് ശേഷമാണ് ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് നിജപ്പെടുത്തുന്നതിന് വേണ്ടി സമിതി രൂപീകരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയുള്ള ആർട്ടിക്കിളാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ട് 18 ആണ് എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി പ്രൊവിഷൻസ് നമുക്കറിയാം നമ്മളുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രസിഡന്റിന് 3 പ്രധാനപ്പെട്ട എമർജൻസി പവറുകളുണ്ട്. അതായത് നമ്മളുടെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ തത്വത്തിലാണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലേ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം എന്തൊക്കെ ആണ് അവർക്ക് അത്രോയ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെല്ലാം ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ ആ എമർജൻസി സമയത്ത് എന്ത് ചെയ്യും, ഈ പവറുകളെല്ലാം വിഡ്രോൾ ചെയ്യും. മൊത്ത രാജ്യത്തിൻ്റെയും, സംസ്ഥാനങ്ങളുടെ ആണെങ്കിലും മൊത്ത രാജ്യത്തിൻ്റെയും ഭരണം ആരിൽ നിക്ഷിപ്തമാകും, പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട എമർജൻസിയിൽ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ എമർജൻസി, അതുപോലെ തന്നെ ഈ വാർ, ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, പിന്നീടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസി. ഇപ്പം ഇങ്ങനെയുള്ള എമർജൻസികൾ സമയങ്ങളിൽ പ്രസിഡൻറ്റിന് ഈ അധികാരങ്ങൾ ഇവരെല്ലാം അവിടുന്ന് മാറ്റിയതിന് ശേഷം അവരുടെ പവർ വിഡ്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ ഭരണം സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും മറ്റേ രീതിയിലുള്ള എമർജൻസി പ്രൊവിഷൻസിൽ വരുന്ന ഏതൊക്കെയാണോ അത് പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു പ്രസിഡൻറ്റ് പ്രയോഗിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ്. ആർട്ടിക്കിൾ 352 ടു 360 വരെ. അടുത്ത പാർട്ട് 19 മിസ്സലീനിയസ്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള അല്ലാതെ ചെറിയ ചെറിയ മറ്റ് ചില വരാവുന്ന ചില കേസുകളൊക്കെയുണ്ട്. അത് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടതല്ലാത്ത മറ്റു കാര്യങ്ങൾ അത് 361 ടു 367 വരെയാണ്. അടുത്തത് പാർട്ട് 20 വരുന്നതാണ് അമെൻഡ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം ഒരു ബില്ല് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ, ആദ്യം ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഒരു അമെൻഡ്മെൻ്റ് ആക്കി വരാം. അങ്ങനെ നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് അമെൻഡ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ അമെൻഡ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഏതൊക്കെ കാര്യങ്ങളിൽ അമെൻഡ്മെൻറ്റ് പറ്റും, അത് എങ്ങനെയാണ്, എപ്പോഴാണ് അതിന് സാധിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. അത് ഉൾപ്പെടുന്ന പാർട്ടാണ് പാർട്ട് 20 എന്നുള്ളത്. അടുത്തത് പാർട്ട് 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ്. അതായത് ടെമ്പററി ചില കാര്യങ്ങൾ, ചിലർക്ക് ടെമ്പററി പവർ കൊടുക്കും, അങ്ങനെ സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അവിടെ പ്രത്യേക ഭരണഘടനയാണ്. അവിടെ നമുക്ക്
അവിടെ ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരാൾക്ക് ആവശ്യമെങ്കിൽ അവിടെ 15 വർഷമെങ്കിലും സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. കുട്ടികളാണെങ്കിൽ അവർക്ക് 10ാം ക്ലാസ് +1 +2 പഠിച്ച് 7 വർഷം കഴിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടെമ്പററിയാണ്, കുറച്ച് സമയത്തേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെമ്പററി പ്രൊവിഷൻസിനെയാണ് അങ്ങനെ ചെയ്യാനെ കൊണ്ടുള്ള അധികാരമാണ് പാർട്ട് 21 ഉള്ളത്. അതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് 369 മുതൽ 392 വരെയുള്ളത്. അതിനുശേഷം ലാസ്റ്റിലെയാണ് പാർട്ട് 22 ഷോർട്ട് ടൈറ്റിൽസ്, കമൻസ്മെൻറ്റ്, അത്തോറിറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ്. അതായത് നമ്മളുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ള, രാജ്യത്തിന് നൽകിയിട്ടുള്ള ഷോർട്ട് ടൈറ്റിൽസ്, ഓരോ കാര്യങ്ങൾ എന്ന് മുതൽ എന്ന് വരെയാണ്, അതിൻ്റെ ടൈം പീരീഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള റിപ്പീൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ഭരണഘടനയെ എപ്പോഴാണ് നമ്മൾ റിപ്പീൽ അല്ലെങ്കിൽ റദ്ദ് ചെയ്യേണ്ടത്, എപ്പോഴാണ്, പിന്നെ ഹിന്ദിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, നമ്മുടെ ദേശീയ ഭാഷയായിട്ട് ഹിന്ദി അംഗീകരിച്ച്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ടാണ് പാർട്ട് 22. അതിൽ ഉൾപ്പെടുത്തുള്ള ആർട്ടിക്കിളാണ് 393 to 395. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ പാർട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 22 വരെ തന്നെ എന്നും നിലനിൽക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പുതിയ പാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ സബ്ജക്റ്റിനോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യും, ആൽഫബറ്റിക് ഓർഡറിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ആർട്ടിക്കിളും സെയിം അതുപോലെ തന്നെയാണ്. അപ്പം ഈ ആർട്ടിക്കിൾ ഞാൻ ഈ പറഞ്ഞു 1 മുതൽ 4 വരെ അല്ലെ 5 മുതൽ 11 വരെ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അതിൻ്റെ പാർട്ടിൽ നോക്കുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് എന്താണ്. ഇപ്പോൾ പാർട്ട് 2 സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ 5 എന്നുള്ളത് ഒരു നിയമമാണ്, 6 ഒരു നിയമമാണ്, 7 അങ്ങനെ 11 എല്ലാം ഓരോരോ സെപ്പറേറ്റ് കാര്യത്തിന് ഓരോ നിയമങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പൊതുവിലൊന്ന് നോക്കുക. പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് കുറച്ച് നോക്കണം. അത് അടുത്ത ഒരു ക്ലാസ്സിൽ തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിലെ ലാസ്റ്റ് പോയിൻ്റ്, അതായത് ഷെഡ്യൂളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നമ്മളുടെ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യാത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഏതെങ്കിലും ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേബിൾ ഫോർമാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ഷെഡ്യൂളുകളിൽ ഉള്ളത്. അത് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്തവയാണ്. ഇപ്പോൾ നമുക്കറിയാം ആദ്യം 8 ഷെഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 12 ഷെഡ്യൂളുകളായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ ലിസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറി ഓഫ്. അപ്പം ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 4 ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നു. അതാണ് ലിസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറീസ് ഓഫ്. അതായത് സ്റ്റേറ്റിൻ്റെയും ഒക്കെ ടെറിട്ടറികളെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി. ഇപ്പം ഇന്ത്യയുടെ ബൗണ്ടറീസ് എവിടെയൊക്കെയാണ്, അതിലെ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, ആ സ്റ്റേറ്റുകളിലെ ബൗണ്ടറീസ് എന്തൊക്കെയാണ് എന്ന്, നമ്മുടെ വസ്തുവിൻ്റെയൊക്കെ ആധാരമില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അത് ഏതൊക്കെ ആർട്ടിക്കിളിലെയാണ്? ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 4 വിശദമായ ഇൻഫർമേഷൻസാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ ബ്രീഫ് ചെയ്തിട്ടുള്ളത്. അടുത്ത സെക്കൻഡ് ഷെഡ്യൂൾ, അതിനകത്ത് എന്താണ്? ലിസ്റ്റ് ദ സാലറീസ് ഓഫ് ഒഫീഷ്യൽ ഹോൾഡിംഗ് ഓഫീസേഴ്സ്. അതായത് നമ്മൾ സാലറി എല്ലാവരുടെയും, പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റർ, അങ്ങനെ MP MLAs, IPS റാങ്ക്, ഇങ്ങനെയുള്ള എല്ലാവരുടെയും, IAS റാങ്ക്, ഇങ്ങനെയുള്ള എല്ലാവരുടെയും സാലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പബ്ലിക് ഓഫീസ് ഹോൾഡേഴ്സിൻ്റെ സാലറിയാണ് ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഒരു ഷെഡ്യൂളിൽ ചെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യം വളരെയധികം കാര്യങ്ങളുണ്ട്. അത് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ വളരെ കൂട്ടിക്കുഴഞ്ഞ് ഒത്തിരി കിടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷെഡ്യൂളിൽ ഈ കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുള്ളത്. അതിനകത്ത് ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് 59, 65, 75 അങ്ങനെ തുടങ്ങി കുറേ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത തേർഡ് ഷെഡ്യൂൾ, മൂന്നാമത്തെ ഷെഡ്യൂളാണ് ഫോം ഓഫ് ഓത്ത്സ് ആൻഡ് അഫിർമേഷൻ ഓഫ് ഓഫീസേഴ്സ് ഫോർ ഇലക്റ്റഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് ജഡ്ജസ്. അതായത് നമുക്കറിയാം നമ്മുടെ മിനിസ്റ്റേഴ്സ് ആണെങ്കിലും, രാഷ്ട്രപതി ആണെങ്കിലും, ജഡ്ജസ് ആണെങ്കിലും, ഇവരെല്ലാം സ്ഥാനാരോഹണം ചെയ്യുന്ന സമയത്ത് അവർ ചൊല്ലുന്ന സത്യവാചകം. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരിക്കും, അതിൻ്റെ ഫോമുകൾ ഏതൊക്കെയായിരിക്കണം, അങ്ങനെയുള്ള വിശദമായുള്ള കാര്യങ്ങളാണ്
സത്യപ്രതിജ്ഞ ഫോമുകൾ അല്ലെ അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 75, 84 പറഞ്ഞ മെൻഷൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിൽ ഉള്ള കാര്യങ്ങളാണ് ഈ 3rd ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 4th ഷെഡ്യൂൾ. 4th ഷെഡ്യൂൾ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ. അപ്പം ഓരോ രാജ്യസഭയിലേക്കും ഉള്ള മെമ്പേഴ്സ്, അതായത് രാജ്യസഭാ മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് അല്ലേ. അങ്ങനെ അവിടുത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റേറ്റിനും എത്ര രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ട് എന്ന വിവരങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മളുടെ കേരളത്തിലാണെങ്കിൽ 9 രാജ്യസഭാ MPs ആണ് കേരള സ്റ്റേറ്റിന് അനുവദനീയമായിട്ടുള്ളത്. അപ്പോൾ അത് ആർട്ടിക്കിൾ 4 ആൻഡ് ആർട്ടിക്കിൾ 80 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത 5th ഷെഡ്യൂൾ പ്രൊവിഷൻസ് ആസ് ടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ആർട്ടിക്കിൾ 244. അപ്പോൾ ആർട്ടിക്കിൾ 244 ഉള്ള പ്രൊവിഷൻസ്, അതായത് ഷെഡ്യൂൾഡ് ഏരിയസിലെയും അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആളുകളൊക്കെ താമസിക്കുന്ന അല്ലെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണ്, ആ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ 5th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം 5th ഷെഡ്യൂൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആർട്ടിക്കിൾ 244 ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത 6th ഷെഡ്യൂൾ പ്രൊവിഷൻസ് ആസ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം. ഇതെന്ന് പറഞ്ഞാൽ ആസാം പോലുള്ള സ്ഥലങ്ങളിൽ, അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ നമ്മളുടെ ക്ലാസിഫൈഡ് ഏരിയാസാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള മേഘാലയ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള അവർക്കുള്ള പ്രൊവിഷൻസ്, സ്പെഷ്യൽ പ്രൊവിഷൻസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 244 അതുപോലെ തന്നെ 275 കാര്യങ്ങളുടെ ബ്രീഫാണ് 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 7th ഷെഡ്യൂളിലേക്ക് പോകാം. 7th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദ യൂണിയൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കൺകറൻറ്റ് ലിസ്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പോൾ നമ്മളറിയാം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് 246 ആർട്ടിക്കിളിലുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പവർ എന്തൊക്കെയാണ്, അവർക്ക് നിയമനിർമ്മാണങ്ങൾ അല്ല അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് അറിയാം. അതായത് എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും സംയുക്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതിനെ പറയുന്ന പേരും കൺകറൻറ്റ് ലിസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ ആർട്ടിക്കിളിൽ 3 പ്രധാനപ്പെട്ട ലിസ്റ്റുകളുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ. രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്, ഇവർ രണ്ടുപേരും കൂടെ യൂണിയനും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് നമ്മളുടെ ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ലൈസൻസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ആരായിരിക്കും നിർമ്മിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും തമ്മിലൊരു ഇൻ്റർ റിലേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ളതാണ് റെയിൽവേ. അപ്പോൾ അതിന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസം അല്ലെ നമ്മളുടെ ലോ ആൻഡ് ഓർഡർ, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അതിന് വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളായത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻ്റർ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ. അടുത്ത 8th ഷെഡ്യൂൾ, 8ാമത്തെ ഷെഡ്യൂൾ എന്താണ്? ഇത് ലാംഗ്വേജസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലാംഗ്വേജുകളുടെ, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അമെൻമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എവിടെയാണ്? 8th ഷെഡ്യൂൾ. ഇപ്പോൾ 8th ഷെഡ്യൂളിലാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിക്കും. 8th ഷെഡ്യൂളാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 344 ആൻഡ് ആർട്ടിക്കിൾ 351 ഈ 2 ആർട്ടിക്കിളിലും ഉള്ള വിശദമായ കാര്യങ്ങളാണ് 8th ഷെഡ്യൂളിൽ, അതായത് ലാംഗ്വേജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഒഫീഷ്യൽ ലാംഗ്വേജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അടുത്ത 9th ഷെഡ്യൂൾ വാലിഡേഷൻ ഓഫ് സർട്ടൺ ആക്ട് ആൻഡ് റെഗുലേഷൻസ് 31B. അതായത് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ചില സർട്ടൺ ആക്ട് ആൻഡ് റെഗുലേഷൻസ്, അതിനെക്കുറിച്ചുള്ള റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ, അതായത് ഒരു ബില്ല് പാസ്സാക്കി അതൊരു ആക്റ്റാണ്. ഒരു ബില്ല്, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന ഒരു ബില്ലിനെ ആക്ട് എന്ന് പറയും. റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് നടപ്പിലാക്കാൻ വേണ്ടി അതിന് ചില
തീരുമാനങ്ങളെടുക്കും, ഏത് ഓർഡറിലാണത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് റെഗുലേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള റെഗുലേഷൻസ് നെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് ആക്റ്റ് ആവുന്നു, ആ ആക്ടിന് ശേഷം അത് എക്സിക്യൂട്ടീവ്സ് അത് നടപ്പിലാക്കുമ്പോൾ അത് റെഗുലേഷൻസ് ത്രൂ ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്തിൽ പ്രതിപാദിക്കുന്നത്. അടുത്ത 10th ഷെഡ്യൂൾ, ആൻറ്റി ഡിഫെക്ഷൻ, പ്രൊവിഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, ആർട്ടിക്കിൾ 102 ആൻഡ് ആർട്ടിക്കിൾ 191. ആൻറ്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ നിയമ നടപടികൾ എന്തൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഷെഡ്യൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ആൻറ്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ 10th ഷെഡ്യൂളാണ്. അടുത്ത 11th ഷെഡ്യൂൾ, പഞ്ചായത്തി രാജ്, റൂറൽ ലോക്കൽ ഗവൺമെൻറ്. ഈ പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു രാജ്യം എന്ന് പറയുമ്പോൾ വളരെ വിശാലമാണ്. അപ്പോൾ ആ രാജ്യത്ത് തന്നെ പല മേഖലകളുണ്ട്, പല രീതിയിലുള്ള സ്ഥലങ്ങളാണ്. അതായത് ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഡിസേർട്ട് ഏരിയ ആകാം, അല്ലെങ്കിൽ അതൊരു കോസ്റ്റൽ ഏരിയ ആകാം, അല്ലെങ്കിൽ അതൊരു ഫോറസ്റ്റ് ഏരിയ ആകാം. അപ്പോൾ ഓരോ ഏരിയയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അതാത് ലോക്കൽ ആളുകൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ അല്ലെ അവിടെ ഇരിക്കുന്ന ഡൽഹിയിലിരിക്കുന്ന ഒരാൾക്കോ അത് ചെയ്യാനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ സ്ഥലവുമായിട്ട് പരിചയമുള്ള ആളുകൾ അത് ചെയ്ത്, അങ്ങനെ ഗാന്ധിജിയുടെ ആഗ്രഹം വികസനം ഗ്രാമങ്ങളിൽ നിന്ന് വരണമെന്നാണ്. ഗ്രാമങ്ങളിൽ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യപുരോഗതി വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയവുമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റം നടപ്പിലാക്കിയത്. റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് പഞ്ചായത്തുകളിൽ അവരുടെ ആ റൂറൽ ഏരിയയിലെ ആളുകൾ തീരുമാനിച്ച് അവിടുത്തെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ആർട്ടിക്കിൾ 243G. അത് കഴിഞ്ഞ് 12th ഷെഡ്യൂൾ, മുനിസിപ്പാലിറ്റീസ് നമുക്കറിയാം, ഈ നമ്മളുടെ ടൗൺഷിപ്പിലുള്ള ഏരിയകളാണ് അർബൻ ലോക്കൽ ഗവൺമെൻറ്, ആർട്ടിക്കിൾ 243W. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രീഫ് നോട്ട്സ് ആണ് ഈ ഒരു ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഈ ഷെഡ്യൂളുകളൊന്ന് നോക്കുക, ഓരോ ഷെഡ്യൂളിലും ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. ഇതൊന്ന് ഇടയ്ക്ക് സമയങ്ങളിൽ ഇതൊന്ന് നോക്കി അപ്പോൾ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ക്ലൂ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാവരും നോക്കുക. ഈ പ്രത്യേകിച്ച് സേനകളിലേക്കുള്ള സെലക്ഷൻ ആകുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ട്. ഓക്കെ.